ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ടാപ്പറ്റ് നോയ്സ് ആണ്. ഒരുപാട് ആളുകൾ നിരന്തരം ആവശ്യപ്പെടുന്ന വീഡിയോ ആണ്. ഞാൻ തൽഹത്ത് റോയൽ കസ്റ്റമേഴ്സ് സ്കാവനർ. അപ്പൊ എന്തുകൊണ്ടാണ് ടാപ്പറ്റ് നോയ്സ് ഉണ്ടാവുന്നത്? എല്ലാ വണ്ടികളും ടാപ്പറ്റ് നോയ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾ വിഷമിക്കുന്ന ഒരു ഇതിലാണെന്ന് തോന്നുന്നു. അപ്പൊ ടാപ്പറ്റ് നോയ്സ് എന്ന് പറഞ്ഞാല് ഇത് ഇത് രണ്ടുമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റർ കിടക്കുന്നതിൽ. ഈ ഹൈഡ്രോളിക് ലിഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഓയിൽ ബേസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓയിൽ മുകളിലേക്ക് പമ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ഹൈഡ്രോളിക് പമ്പായിട്ട്, അതായത് ഹൈഡ്രോളിക് ലോഡായിട്ടാണ് നമ്മൾ ടാപ്പറ്റ് പുഷ് ചെയ്യുന്നത്. ശരി, ഇതാണ് ടാപ്പറ്റ് റോഡ് വരിക കേട്ടോ. ഈ ടാപ്പറ്റ് റോഡ് അയച്ച സമയത്ത് ഇവിടെ കുഴിയോ വല്ലതുകൊണ്ട് അത് പ്ലേത് നല്ല വൃത്തിയിലാണ്, അവിടെ മാർക്കോ അല്ലെ കുഴിയോ വല്ലതുകൊണ്ട് ടാപ്പറ്റ് റോഡ് മാറ്റി കളയണേ. ഇത് നോക്കുക, ഇത് ടാപ്പറ്റ് ഹൈഡ്രോളിക് ഓക്കെ ആണ്. ഇതിപ്പം ഹൈഡ്രോളിക് ടാപ്പറ്റ് നോയ്സിന് അയച്ച വണ്ടിയല്ല, ഇത് ആൽവോൾസിൽ പോയിട്ടുള്ള വണ്ടിയാണ്. അതിന് അയച്ചതാണ്. അതിന് ഡിസ്മകൈസ് റിങ്സ് ഒക്കെ മാറ്റി കൊടുക്കാനുള്ള ചെറിയ വീക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് ടാപ്പറ്റ്, ഇതാണ് ലിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ സൗണ്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ ലോഡായിട്ടാണ് ഇത് തള്ളുന്നത്. ഇതിന്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. അപ്പം ഇത്രയും ഇങ്ങനെ ലോഡായിട്ട് ഒരു ലോഡിങ്ങിലാണ് ഈ ടാപ്പറ്റ് നിൽക്കുക. ഈ ഹൈഡ്രോളിക് ലോഡാകുമ്പോൾ ടാപ്പറ്റ് നിൽക്കുക ഈ ലോഡിങ്ങിലാണ്. അപ്പൊ ഓയിൽ പ്രഷർ കുറവോ അതല്ലെങ്കിൽ ഹൈഡ്രോളിക്കിൽ എന്തെങ്കിലും കരടോ എന്താ കയറിയിട്ട് ആ ഹോളൊക്കെ ബ്ലോക്ക് ആയിട്ട് ഹൈഡ്രോളിക് വീക്കാവുക ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോഡാവില്ല. അപ്പൊ ലോഡായ സമയത്ത് ഇതിങ്ങനെ ഇത് ഇവിടെ പ്ലേ ഉണ്ടാവും. അപ്പൊ പ്ലേ ഉണ്ടാവും, ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. ഈ ഇടയാണ് ടാപ്പറ്റ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഈ ടാപ്പറ്റ് നോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹെഡ് അയക്കുക, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അയക്കുക, നോക്കുക. ഹൈഡ്രോളിക് മാറ്റമൊന്നുമല്ല. ഹൈഡ്രോളിക് ചിലപ്പോൾ വീക്കാവും. ആ വീക്കായാൽ ഓയിലിന്റെ പ്രഷർ കുറവുകൊണ്ട് വരും കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓയിൽ മാറ്റിയിട്ടുണ്ടാവാം. അതെങ്കിലും ഇപ്പോൾ നിങ്ങൾ പറയേണ്ടത് ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓയിൽ മാറ്റിയിട്ടുള്ളൂ. ഓയിൽ മാറ്റിയത് ഒറിജിനൽ ഓയിൽ ഫിൽറ്റർ, അത് ഒറിജിനൽ ഓയിലും അല്ല എങ്കിൽ നിങ്ങൾ ഓയിൽ മാറ്റിയിട്ട് ഒറിജിനൽ ഓയിൽ ഫിൽറ്റർ ഉപയോഗിക്കുക. കാരണം ഓയിൽ ഫിൽറ്റർ ചെറിയ ഇതിൽ തള്ളൽ കുറവുണ്ടെങ്കിലും കൂടി ഓയിലിന്റെ പ്രഷറിന് കുറവ് വരും. അപ്പൊ അതുമാതിരി തന്നെ ഓയിലിന്റെ സ്ട്രൈനർ ഉണ്ട്, താഴെയുള്ള ഫിൽറ്റർ ഒരു സ്ട്രൈനർ ഉണ്ടാവും. ആ സ്ട്രൈനർ അയച്ചിട്ട് വളരെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു 2 8ന്റെ ബോൾട്ട് ഉണ്ടാവും കേട്ടോ, 8ന്റെ ബോൾട്ട് ഉണ്ടാവും. അത് വെച്ച് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് 5 കിലോമീറ്റർ എങ്കിലും വണ്ടി ഓടുക. ഓയിൽ ചേഞ്ച് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഹൈഡ്രോളിക് ലോഡ് ആയിക്കൊള്ളണമെന്നില്ല. ഹൈഡ്രോളിക് വീക്ക് ആയിട്ടുണ്ടെങ്കിൽ, അതായത് പിന്നെ അൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ, ഓയിൽ പോയിട്ട് അൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു 5 കിലോമീറ്റർ ഓടി പതുക്കെ ലോഡ് ആയി സെറ്റ് ആവും. അങ്ങനെ 5 കിലോമീറ്റർ ഓടി 5-10 കിലോമീറ്റർ ഓടിയിട്ടും ടാപ്പറ്റ് നോയ്സ് കുറയുന്നില്ല എങ്കിൽ മാത്രമേ നിങ്ങൾ റോക്കർ അയക്കാവൂ, ടോപ്പ് അയക്കാവൂ. ടോപ്പ് അയച്ചിട്ട് ഇതിപ്പോ ഞാനിപ്പോ വീഡിയോ എടുക്കുന്ന സെറ്റ് ആയിട്ടുള്ള വീഡിയോ അല്ല, നിങ്ങളെ നിരന്തര ആവശ്യപ്രകാരം ഇപ്പം നിങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് എടുക്കുകയാണ്. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. റോക്കറിന്റെ മുകളിൽ, ഹെഡിന്റെ മുകളിൽ ഇങ്ങനെയാണ് റോക്കർ ഉണ്ടാവുക. അപ്പൊ റോക്കർ വെച്ചിട്ട് ഇവിടെ താഴ്ത്തി നോക്കിയാൽ മതി. ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് താഴ്ത്തി നോക്കി ഇത് പ്ലേ ഉണ്ടോ നോക്കി. ഈ ഹൈഡ്രോളിക് പ്ലേ ഉണ്ടോ നോക്കുകയാണ്. ഹൈഡ്രോളിക് രണ്ടും പ്ലേ ഉണ്ടോ നോക്കുക. അത് അതിന്റെ മുകളിൽ വെച്ച മെക്കാനിക്ക് അറിയും. ഞാൻ അടുത്ത ഇത് ചെയ്യുന്ന സമയത്ത് വേറെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം, സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പൊ ഈ ഹൈഡ്രോളിക് പ്ലേ അല്ല എങ്കിൽ ഈ സാധനത്തിന് തേയ്മാനുണ്ടോ നോക്കണം. റോക്കറിന് തേയ്മാനുണ്ടോ നോക്കാം. ഇത് പ്ലെയിൻ ആണ്, വൃത്തിയാണ്. ഇവിടെ തേയ്മാനുണ്ടോ, കാരണം ടാപ്പറ്റ് റോഡ് ലൂസായിട്ട് കുറെ ഓടിക്കഴിഞ്ഞാൽ ഇത് അടിച്ചടിച്ച് ഇവിടെ പാട് വരും. അതേമാതിരി ഓയിലിന്റെ പ്രഷർ മുകളിലേക്ക് കുറവാണെങ്കിലും വേണ്ടത്ര ഓയിൽ കിട്ടുന്ന ഇവിടെയും പാട് വരും, ഇവിടെയും കുഴിയായി പോകും. അപ്പോഴും ഈ സൗണ്ട് ഉണ്ടാവും. പിന്നെ അതുമാതിരി തന്നെ ടാപ്പറ്റ് റോഡ് ഓയിൽ മാറ്റിയിട്ട് നിങ്ങൾ മാറുള്ളെങ്കിൽ മാത്രം ഹൈഡ്രോളിക്കിലേക്ക് നോക്കുക. ഹൈഡ്രോളിക് തന്നെ ലാസ്റ്റ് ആണ്. കാരണം ഇത്രയും ഈ പോർഷൻ അയച്ചാൽ തന്നെ ഹൈഡ്രോളിക് അയക്കാൻ പറ്റുള്ളൂ. ഈ പോർഷൻ അയച്ചിട്ട് സിലിണ്ടർ അയച്ചിട്ട് പിസ്റ്റൺ അയച്ചിട്ട് ഇതിലൂടെ ആണ് നമ്മൾ അയച്ചെടുക്കുന്നത്. അത്രയും ഹാഫ് ഇഞ്ചിന് അയച്ചാലും ഹൈഡ്രോളിക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഹൈഡ്രോളിക് മാറ്റിയിട്ട് പിന്നെ ഈ ഒരു ഓയിൽ മാറ്റിയിട്ട് ചേഞ്ച് ആവുന്നില്ല എങ്കിൽ ആദ്യമേ ശ്രദ്ധിക്കേണ്ട BS3 പമ്പാണെങ്കിൽ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ വണ്ടി BS3 2017 മുന്നുള്ള വണ്ടി, 2017 ഫസ്റ്റ് വണ്ടികളൊക്കെ ശരിക്കും BS3 പമ്പാണ് വന്നിട്ടുള്ളത്. 2017 ലാസ്റ്റ് വരെ പകുതിയോളം എനിക്ക് തോന്നുന്നു പിന്നെ BS3 പമ്പിലാണ് BS4 വണ്ടിയുടെ ഓടുന്നത്. അപ്പൊ BS4ന്റെ കപ്പാസിറ്റി കൂടി പമ്പ് ഉണ്ട്. ആ പമ്പ് മാറ്റി കൊടുക്കുക. നിങ്ങൾ വല്ലാതെ കുറച്ച് ഓടി കഴിയുമ്പോഴൊക്കെ വരികയാണെങ്കിൽ ആ പമ്പ് ഒന്ന് മാറ്റി കൊടുക്കുക. ആ പമ്പ് മാറ്റി കിടന്ന കുറച്ചുകൂടി എഫിഷ്യൻസി ആയിട്ട് നമ്മൾ ഓയിൽ പ്രഷർ ഉണ്ടാവും. ഓയിൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈഡ്രോളിക്കിന്റെ ടാപ്പറ്റ് നോയ്സ് വേണ്ട രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ കഴിയും.
ഇതാണ് ഹൈഡ്രോളിക് വരുന്നത് കേട്ടോ. ഇതാണ് ഹൈഡ്രോളിക് വരിക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ഓയിൽ ചേഞ്ച് ചെയ്യുക. ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ രണ്ട് BS3 പമ്പാണെന്നുണ്ടെങ്കിൽ BS4ന്റെ പമ്പ് ഉള്ളിലേക്ക് ഇടുക. കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. BS4ന്റെ പമ്പ് ഇട്ടതിന് ശേഷം പമ്പ് ഡ്രൈവ് മാറ്റി, ഓയിലൊന്ന് മാറ്റി, ഫിൽറ്റർ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ഓടി കഴിഞ്ഞിട്ട് പ്രഷർ മാറില്ലെങ്കിൽ മാത്രം, അതായത് ഹൈഡ്രോളിക് നോയ്സ് മാറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈഡ്രോളിക് വീക്ക് ആണ് നോക്കും. മുകളിൽ റോക്ക് റൈസ് ഹൈഡ്രോളിക് വീക്ക് ആണ് നോക്കുക. വീക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വീക്ക് ആണെങ്കിലും ചിലപ്പം ലോഡാവും. ഓടാനുള്ള സമയങ്ങൾ കൊടുക്കണം. ഓയിൽ മാറ്റി കുറച്ച് ഓടാനുള്ള സമയം കൊടുക്കണം. അത് ലോഡായിട്ടില്ലെങ്കിൽ മാത്രമേ ഹൈഡ്രോളിക്കിനെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. എന്നിട്ട് ഹൈഡ്രോളിക് മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ടേപ്പറ്റ് കൊണ്ട് കുഴിയോ മറ്റോ എന്തെങ്കിലും എക്സ്ട്രാ കുഴിയോ എന്തോ കാണുന്നുണ്ടെങ്കിൽ, പ്ലെയിൻ ആണല്ലോ വൃത്തിയിലല്ല കാണുമെങ്കിൽ നിങ്ങൾ അതിന്റെ ടേപ്പറ്റ് റോഡ് മാറ്റി കൊടുക്കുക. അതോടുകൂടി ഹൈഡ്രോളിക്കിന്റെ ആ നോയ്സ് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നതാണ്. പിന്നെ ഹൈഡ്രോളിക് ടേപ്പറ്റ് നോയ്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന ചില ക്യാമ്പിന്റെ പ്ലേ കൊണ്ടും സൗണ്ട് വരാറുണ്ട്. ആ ക്യാമ്പിന്റെ പ്ലേ കൊണ്ട് വരുന്ന സൗണ്ടാണ് ക്യാമ്പിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഹൈഡ്രോളിക് ടേപ്പറ്റിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ, അതായത് ടേപ്പറ്റ് നോയ്സ് എന്ന് പറഞ്ഞപ്പോൾ വലിയ ടേപ്പറ്റ് നോയ്സ് ഉള്ള സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ വണ്ടിക്ക് വലിയ കുറയും, പിക്കപ്പ് കുറയും. അതായത് വേണ്ട രീതിയിൽ വാൽവ് ഓപ്പൺ ആക്കാൻ പറ്റില്ല ഹൈഡ്രോളിക് ടേപ്പറ്റ് റോഡിന്. അതുകൊണ്ട് ആ ഒരു പോർഷൻ വീക്ക് ആയതുകൊണ്ട് അത് വേണ്ട രീതിയിൽ വാൽവ് ഓപ്പൺ ആക്കാൻ പറ്റാത്തതുകൊണ്ട് വണ്ടിക്ക് വല്ലാതെ പിക്കപ്പ് വലിയ കുറവ് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യുക. ഓയിലിന്റെ ഫിൽറ്റർ ഒറിജിനൽ മാത്രം യൂസ് ചെയ്യുക. സ്ട്രൈനർ ഇവിടെ അടിയിലുള്ള ഇതാണ് സ്ട്രൈനർ വരുന്നത്. ഈ സ്ട്രൈനർ ഒന്ന് അയച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് 5 കിലോമീറ്റർ ഓടിയതിനു ശേഷം മാത്രം നോക്കുക കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ ടേപ്പറ്റ് റോഡിന്റെ പ്ലേ എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇന്ന് തൽക്കാലം ഒരു ടേപ്പറ്റ് നോയ്സിനെ കുറിച്ചാണ് വീഡിയോ ഇട്ടത്. ടേപ്പറ്റ് നോയ്സ് എങ്ങനെ പരിഹരിക്കാന്നുള്ളത് അടുത്ത വീഡിയോയുമായി ഇവിടെ കാണാൻ.